ഇന്ന് രാവിലെ കണ്ട ആ വീഡിയോ ഓർമ്മയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ഉഗ്രം ബിസിനസ് ഐഡിയ വന്നായിരുന്നു. ഇപ്പൊ അത് ഓർക്കുന്നില്ല. ഇതെന്താ ഓർമ്മശക്തി കുറയുന്നുണ്ടോ? ചില ആൾക്കാർ ചിന്തിക്കുന്ന ഡിസ്ട്രാക്ഷൻ, പല തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന ഡിസ്ട്രാക്ഷൻ കാരണം നമ്മുടെ ഓർമ്മശക്തി ഓരോരുത്തരുടെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു രീതിയാണ്. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം മെമ്മറി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരിക്കലും ഒരാൾക്ക് സ്റ്റോർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സയൻസ് പറയുന്നത് നമ്മൾ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നു. ഓൾ 5 സെൻസസ് അല്ലേ? കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ കണ്ടിന്യൂസ്ലി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഫാക്ട് നമ്മൾ ജനിക്കുന്നതിന് 3 മാസം മുമ്പ് മുതലുള്ള ഡേറ്റ നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് റിട്രീവ് ചെയ്യാൻ ഇത്ര പ്രയാസം വരുന്നത്? റിട്രീവ് ചെയ്യുന്നത് മറ്റൊരു ഫാക്കൽറ്റിയാണ്. അതിന്റെ ഫംഗ്ഷനിങ് വളരെ ഡിഫറെന്റ് ആണ്. ബേസിക് ആയിട്ട് റിട്രീവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെയിനിന് റിട്രീവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വെറും തോട്ട്സ് മാത്രമായിരിക്കില്ല. അതിൽ നിന്ന് ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത കാര്യങ്ങൾ ബ്രെയിനിന് പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഏതെങ്കിലും ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഇമോഷനോട് കൂടി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിട്രീവ് ചെയ്യാൻ സാധിക്കും. പറയും ഫെൽറ്റ് മെമ്മറീസ് ആർ പെർമനന്റ് എന്ന് പറയുക. ഫീലിംഗോട് കൂടി കിട്ടിയ മെമ്മറികളെല്ലാം തന്നെ പെർമനന്റ് ആണ്. അപ്പോൾ ഒരു ആന്ത്രപ്രന്യൂർഷിപ്പിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രംഗത്ത് വിജയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തോടൊപ്പം അതുമായി ചേർന്ന ആക്ഷനും കൂടി ഇൻവോൾവ് ചെയ്യിക്കാൻ തീരുമാനിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി അത് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഇമോഷൻസ് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. എസ്പെഷ്യലി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, അതേപോലെ തന്നെ അത് എഴുതി വെക്കുക, അതിലോട്ടുള്ള ആക്ഷനിലേക്ക് മൂവ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ഇതിനെ റിട്രീവ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ റിമൈൻഡ് ചെയ്യാനുള്ള ശക്തി വളരെ കൂടുതലായിരിക്കും.